അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരനരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹു അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. റമളാൻ ഹദീസ് പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒളുവെടുക്കുമ്പോൾ സോക്സിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ കൂട്ടത്തിൽ നാട്ടിൽ താമസിക്കുന്നവരും യാത്രക്കാരുമായ ആളുകൾ സോക്സ് ധരിക്കുന്നവരായി, ഹുഫ ധരിക്കുന്നവരായി ഉണ്ടാകും. അത്തരം ആളുകൾക്ക് ഒളുവെടുക്കുന്ന സന്ദർഭത്തിൽ ലഭിച്ച ഒരു ഇളവിനെ കുറിക്കുന്ന ഹദീസാണ് ഇൻഷാ അല്ലാ നമുക്കിന്ന് പഠിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, കുൻതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആകുമ്പോൾ, ഫതവല്ലഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നതിന് വേണ്ടി ഉളുവെടുത്തു. ഫഅഹ്വൈതു ലി അൻസിഅ ഖുഫൈഹി, നബിയുടെ ഖുഫ അത് അഴിക്കുന്നതിന് വേണ്ടി ഞാൻ കുനിഞ്ഞു. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദഅഹുമ, അവ രണ്ടും നീ വിട്ടേക്ക്. ഫഇന്നി അദ്ഖൽതുഹുമാ ത്വാഹിറത്തൈൻ, അവ രണ്ടും ഞാൻ ശുദ്ധിയോടുകൂടിയാണ് ധരിച്ചിട്ടുള്ളത്. ഫമസഹ അലൈഹിമ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ മുകളിൽ തടവി എന്നുള്ളതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് ഉളുവെടുക്കുന്ന സമയത്തിൽ ഖുഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസാണ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ഖുഫയിൽ തടവേണ്ടത്? മറ്റൊന്ന്, എവിടെയാണ് തടവേണ്ടത്? എത്ര ദിവസമാണ് തടവേണ്ടത്? എങ്ങനെയുള്ള ഖുഫയായിരിക്കണം? ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുമ്പോൾ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അതിൻ്റെ പരിപൂർണമായ രീതിയിൽ പരിപക്വമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഉളുവെടുക്കുന്ന സമയത്ത് ഖുഫയിൽ തടവേണ്ടത്? സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: അയ്യലാ അസ്വാബിഅ യദൈഹി മബ്ലൂലതൈനി ബിൽമാ, രണ്ട് കൈകളും വെള്ളം എടുത്ത് കുടഞ്ഞ് രണ്ട് കൈകളും നനഞ്ഞ അവസ്ഥയിൽ വെക്കണം. അല അസ്വാബിഅ റിജ്ലൈഹി, രണ്ട് കാലുകളുടെയും വിരലുകൾ മുതൽ, സുമ്മ യമുറുഹുമാ ഇലാ സാഖിഹി, എന്നിട്ട് കണങ്കാല് വരെ അത് കൊണ്ടുപോകണം എന്നതാണ്. അതായത് രണ്ട് കൈകളിൽ വെള്ളമെടുത്ത് കുടഞ്ഞ് ആ രണ്ട് കൈകളെയും വലത് കൈ കൊണ്ട് വലത് കാലിലും ഇടത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെയും വിരലറ്റം മുതൽ ആരംഭിച്ച് പിന്നീട് നേരെ പുറകിലേക്ക് കണങ്കാല് വരെ കൊണ്ടുപോകുന്ന നിലക്കാണ് തടവേണ്ടത്. ആ തടവുന്ന രൂപം പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. മാത്രവുമല്ല, അത് അങ്ങനെ തടവുമ്പോൾ രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കേണ്ടതില്ല. അതോടൊപ്പം ഖുഫയുടെ മുകൾ ഭാഗത്തായിട്ടാണ് തടവേണ്ടത്. കാലിൻ്റെ വിരലിൻ്റെ അറ്റത്ത് നിന്ന് തുടങ്ങി കണങ്കാൽ വരെയാണ് തടവേണ്ടത്. ഇരു കൈകൾ കൊണ്ടും ഇരു കാലുകളിലുമായിട്ടാണ് തടവേണ്ടത്. ഒരേ സമയത്ത് തന്നെയാണ് ഇത് രണ്ടും ചെയ്യേണ്ടത്. ചെവി തടവുന്നത് പോലെയാണ് ഖുഫയിൽ തടവേണ്ടത്. അതായത് വലത്തെ ചെവി വലത് കൈകൊണ്ടും ഇടത്തെ ചെവി ഇടത് കൈകൊണ്ടും എന്നുള്ളത് പോലെ വലത് കാലിന് വലത് കൈയും ഇടത് കാലിന് ഇടത് കാലും ഒരുമിച്ച് തടവുക എന്നുള്ളതാണ്. തല തടവുന്നത് പോലെ വലത് കാൽ വലത് കൈകൊണ്ടും ഇടത് കാൽ ഇടത് കൈകൊണ്ടുമാണ് തടവേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല, വെള്ളം എടുത്ത ശേഷം അത് കുടഞ്ഞ് സോക്സിന് മുകളിൽ ഒരു തവണയാണ് തടവുക എന്നുള്ളത് നിർവഹിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ശരിയായ രൂപം. നമുക്കറിയാം, വുളു എടുക്കുമ്പോൾ തടവുക എന്ന് പറയുന്ന കർമ്മങ്ങളൊക്കെ ഒരു തവണയാണ്. അത് തല തടവുന്നതാവട്ടെ, ചെവി തടവുന്നതാവട്ടെ, അതേപോലെ ഖുഫയിൽ തടവുന്നതാവട്ടെ, ഒരു തവണ തടവുക എന്നുള്ളതാണ്. അതോടൊപ്പം എവിടെയാണ് തടവേണ്ടത് എന്നുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. ലൗ കാന ദീനു ബിർറഈ, അലി റളിയല്ലാഹു അൻഹു പറയാണ്, അഭിപ്രായമാണ്, നമ്മുടെയൊക്കെ അഭിപ്രായമാണ് ദീനിൽ മാനദണ്ഡം എങ്കിൽ, ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅ്ലാഹു, മുകളിൽ തടവുന്നതിനേക്കാൾ തടവപ്പെടേണ്ടത്
കാലിൻ്റെ ഉള്ളം കാലിലാണ്. എന്നാൽ വഖദ് റഅയ്തു റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ കണ്ടിരിക്കുന്നു, യംസഹു അലാ ലാഹിരി ഖുഫൈഹി, ഖുഫയുടെ മുകൾ ഭാഗത്ത് തടവുന്നതായിട്ട് എന്നതാണ്. അതുകൊണ്ട് തടവുമ്പോൾ ഖുഫയുടെ മുകൾ ഭാഗത്ത്, അതായത് പാദത്തിൻ്റെ മുകൾ ഭാഗത്താണ്, അല്ലാതെ ഉള്ളം കാലിലല്ല തടവേണ്ടത് എന്നതാണ് എവിടെ തടവണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം എത്ര ദിവസം നമുക്ക് ഈ ആനുകൂല്യം ഉണ്ട്? യാത്രക്കാരനാണെങ്കിൽ 3 പകലും 3 രാത്രിയുമാണ്. എന്നാൽ നാട്ടിൽ താമസിക്കുന്നവനാണെങ്കിൽ 1 പകലും 1 രാത്രിയുമാണ് എന്ന് നമുക്ക് കാണാം. സഫ്വാൻ ഇബ്നു അസ്സാൽ അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു, യഉമുറുന, ഞങ്ങളോട് കൽപ്പിക്കും, ഇദാ കുന്ന സഫറൻ, ഞങ്ങൾ യാത്രയിലാണെങ്കിൽ, അല്ലാ നൻസിഅ ഖിഫാഫന, ഞങ്ങളുടെ ഖുഫ ഞങ്ങൾ ഊരേണ്ടതില്ല, സലാസത്ത അയ്യാമിൻ വലയാലിഹിന്ന, 3 പകലും 3 രാത്രിയും. ആ യാത്രയിലായിരിക്കെ ഖുഫ ധരിച്ചുകൊണ്ട് തന്നെ യാത്ര തുടരുകയും പിന്നീട് നമസ്കാര സമയമായാൽ ഈ ഖുഫ അഴിക്കേണ്ടതിന് പകരം അതിൻ്റെ മുകളിൽ തടവാൻ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. ഇല്ലാമിൻ ജനാബ, എന്നാൽ വലിയ അശുദ്ധി ഉണ്ടായാൽ ഖുഫ പൂർണ്ണമായി അഴിച്ചു മാറ്റി പൂർണ്ണമായി കുളിച്ച് ശുദ്ധിയോടുകൂടി പിന്നീട് ആ ഖുഫ ധരിക്കണം. എന്നാൽ വലാക്കിൻ മിൻ ഗായിത്തിൻ വ ബൗലിൻ വനോമിൻ, ഒരാൾ ഉറങ്ങിക്കിടന്നു, അല്ലെങ്കിൽ ഒന്ന് മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ ഒന്ന് മലവിസർജനം നടത്തി, അതിൻ്റെ പേരിൽ അയാൾ ആ ഖുഫ അഴിച്ചിട്ട് പൂർണ്ണമായും കളഞ്ഞ് പിന്നീട് ഒളുവെടുക്കേണ്ടതില്ല. മറിച്ച് അയാൾ ശുദ്ധിയോടുകൂടി ധരിച്ചതാണെങ്കിൽ 3 ദിവസത്തോടു കൂടി അയാൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ അത് അഴിച്ച് കുളിക്കേണ്ടതാണ് എന്നതാണ്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 1 രാത്രിയും 1 പകലുമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഖുഫ അഴിച്ചു മാറ്റി വീണ്ടും കുളിച്ച് അയാൾ പുതിയ ഖുഫ ധരിക്കേണ്ടതാണ്. അതോടൊപ്പം ഇതിൻ്റെ സമയപരിധി വരുമ്പോൾ എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്നുള്ളതിൽ ധരിച്ചത് മുതൽ 24 മണിക്കൂറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല, അതിനപ്പുറത്ത് ഒരാൾ അശുദ്ധി സംഭവിച്ച് വീണ്ടും ശുദ്ധിയാകുന്നത് മുതലാണ് എന്നും അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. അത് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം എങ്ങനെയുള്ള ഖുഫയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുഫ എന്നൊക്കെ പറഞ്ഞാൽ ഊറക്കിട്ട തൊലിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വല്ല വസ്തുക്കൾ കൊണ്ട് കട്ടിയുള്ള, നമ്മൾ ഷൂ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള തരത്തിൽ ഒരു കവചം ഉൾക്കൊള്ളുന്ന, കാല് കാണാത്ത തരത്തിലുള്ള ഖുഫകളാണ്. അതിനാണ് ഖുഫ എന്ന് പറയുന്നത്. അത്തരം തോല് കൊണ്ടോ അതുപോലെയുള്ള വസ്തുക്കൾ കൊണ്ടോ ഉള്ള ഖുഫയാണോ അതിന്മേൽ അതിൻ്റെ വിഷയത്തിലാണ് ഇപ്പോൾ ഈ ഖുഫമ്മ തടവുക എന്ന് നമ്മൾ പഠിച്ചത്. എന്നാൽ ജൗറബ്, അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സോക്സ് ധരിക്കുന്നവരാണ്. സോക്സ് ധരിക്കുന്നതിന് സോക്സിന് ജൗറബ് എന്നാണ് പറയുക. ഈ വിഷയകമായി വന്നത് ലാ യുജ്സിഉഹു അൽ മസ്ഹു അലൽ ജൗറബി ഹത്താ യകൂന ജൗറബൻ സഫീഖ എന്നാണ്. കാല് കാണാത്ത തരത്തിലുള്ള കട്ടിയുള്ള സോക്സ് ആയിരിക്കണം. ഇന്നമാ മസഹൽ ഖൗമു അലൽ ജൗറബൈനി അന്നഹു കാന ഇൻദഹും ബിമൻസിലത്തുൽ ഖുഫ്. കാരണം അവരുടെ അടുത്ത് ഈ ജൗറബ്, കാല് കാണാത്ത തരത്തിലുള്ള നേർത്തതല്ലാത്ത തരത്തിലുള്ള സോക്സ് എന്ന് പറയുന്നത് അവരുടെ അടുത്ത് ഖുഫ പോലെ തന്നെയായിരുന്നു. യഖൂമു മഖാമൽ ഖുഫി ഫി റിജ്ലി റജുലി, ഒരാളുടെ കാൽപാദത്തിൽ ഖുഫയുടെ റോളാണ് ഒരു ജൗറബിന് നിർവഹിക്കാനുള്ളത്. യദ്ഹബു ഫീഹി റജുലു വയജിഉ, അയാൾ അതുകൊണ്ട് യാത്ര പോവുകയും വരികയും സഞ്ചരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ജൗറബിന്മേൽ ഈ പറയുന്ന തരത്തിൽ നമുക്ക് തടവാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള, നമ്മളിപ്പോൾ പ്രചുരമായി ഉപയോഗിക്കുന്ന നമ്മുടെ സോക്സ്, അതിൻ്റെ മുകളിലും നമുക്ക് അപ്രകാരം തടവാവുന്നതാണ്. ലജ്നത്തു ദായിമ, മക്കയിലെ സൗദിയിലെ പണ്ഡിത സഭ അവർ പുറത്തുവിട്ട ഒരു ഫത്വയിൽ നമുക്കിങ്ങനെ കാണാം, യജിബു അൻ യകൂനൽ ജൗറബു സഫീഖൻ, അതായത് കാലിൻ്റെ ഉൾഭാഗം, കാല് പ്രകടമാവാത്ത തരത്തിലുള്ളതായിരിക്കണം സോക്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സോക്സ് അതിൻ്റെ മുകളിലാണ് തടവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ വിഷയമായി കാലിൻ്റെ നിറം പ്രകടമാകുന്ന തരത്തിലുള്ള നേർത്ത സോക്സ് ആണെങ്കിൽ അത് ധരിക്കാൻ പാടില്ലാത്തതാണ്. അമ്മ ഇദാ കാനൽ ജൗറബ് റഖീഖൻ ഹൈസു യസിഫുൽ ബുഷ്റ, അതായത് കാലിൻ്റെ ഈ കാൽപാദം കാണുന്ന നേർത്ത തരത്തിലുള്ള സ്കിൻ
സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള തരത്തിലുള്ളത് അതാണ് എങ്കിൽ ഫൈനഹു ലാ യംസഹു അലൈഹി, അതിന്മേൽ തടവാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്ന ഒരു ഫത്വ നമുക്ക് കാണാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ല പറയാണ്, മിൻ ഷർത്തുൽ മസ്ഹി അലൽ ജവാരിബ്, സോക്സ് ധരിക്കുന്നിടത്തുള്ള നിബന്ധനയിൽപ്പെട്ടതാണ് അൻ യകൂന സഫീഖൻ സാത്തിറൻ, കാല് മറയുന്നതും കട്ടിയുള്ളതുമായിരിക്കണം. ഫഇൻ കാന ഷിഫാഫൻ ലം യജ്സി അൽ മസ്ഹു അലൈഹി, അത് വളരെ നേർത്തതാണ്, കാൽപാദം കാണുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതിന്മേൽ ധരിക്കാൻ അനുവാദമില്ലാത്തതാണ് എന്നുള്ള നിലക്കുള്ള ഫത്വ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിരുപാധികം ഏത് സോക്സ് ആയാലും, ഇനി കാല് കാണുന്നതാണെങ്കിലും അതിൻ്റെ മുകളിലും തടവുന്നത് കൊണ്ട് അസാംഗത്യമില്ല എന്ന് പറയുന്ന ഇമാം നവവിയുടെ ഒരു ഫത്വ നമുക്ക് കാണാം. വഹക്ക അസ്ഹാബുന അൻ ഉമർ വ അലി റളിയല്ലാഹു അൻഹുമാ, നമ്മുടെ ഇമാമുമാരായ ഉമർ, അലി റളിയല്ലാഹു അൻഹുമ, അവർ ജവാസൽ മസ്ഹി അലൽ ജൗറബി വ ഇൻകാന റഖീഖ, അത് സോഫ്റ്റ് ആണെങ്കിലും നേർത്തതാണെങ്കിലും അതിൻ്റെ മുകളിലും തടവാവുന്നതാണ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഹുഫമ്മേൽ തടവുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടത് നമസ്കാരത്തിൻ്റെ ആ ഒരു ഷർത്തിൻ്റെ നിർവഹണ പൂർത്തീകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ ഹുഫമൽ തടവാനുള്ള നിബന്ധനകൾ, ഹുഫകൾ 2 അശുദ്ധിയിൽ നിന്നും പൂർണ്ണമായും ശുദ്ധിയായതിനു ശേഷം ധരിച്ചതായിരിക്കണം. അതായത് ജനാബത്തിൽ നിന്ന് കുളിച്ചതായിരിക്കണം. ഉളുവിൽ നിന്ന് ഉളു എടുത്തുകൊണ്ട് ശുദ്ധിയായതിനു ശേഷം, ആ സമയത്ത് കാൽപാദങ്ങളൊക്കെ കഴുകി ശുദ്ധിയായതിനു ശേഷം ധരിച്ച ഹുഫയായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നജസ് കൊണ്ടുണ്ടാക്കിയ ഹുഫ, അതിന്മേൽ തടവൽ അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നായ, പന്നി എന്നിവയുടെയൊക്കെ തോല് കൊണ്ട് ഉറക്കിട്ടുണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഹുഫ പാടില്ലാത്തതാണ്. പിന്നീട് കാലിൽ നിന്ന് കഴുകൽ നിർബന്ധമുള്ള ഭാഗം മുഴുവൻ ഹുഫ കൊണ്ട് മറഞ്ഞിരിക്കണം. അതായത് ഹുഫ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഞെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗം മറഞ്ഞ തരത്തിലുള്ള ഹുഫയായിരിക്കണം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ അശുദ്ധി അഥവാ ഉളൂവ് നിർബന്ധമാകുന്ന കാര്യത്തിൽ മാത്രമേ തടവാനുള്ള ഇളവുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടാവുകയും കുളി നിർബന്ധമാവുകയും ചെയ്താൽ അവിടെ തടവലില്ല, മറിച്ച് തടവാൻ അനുവദിക്കപ്പെട്ട സമയപരിധി അവസാനിച്ചിരിക്കാൻ പാടില്ല. യാത്രക്കാരന് 3 ദിനരാത്രങ്ങളും അല്ലാത്തവൻ 1 രാവും പകലും മാത്രമേ സമയപരിധിയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധിയായിരിക്കണം, കാലടക്കം കഴുകി ശുദ്ധിയായിരിക്കണം. അതോടൊപ്പം ഉളുവെടുത്ത് കാലടക്കം കഴുകി ശുദ്ധിയായതിനു ശേഷമാണ് ഈ ഹുഫ ധരിക്കേണ്ടത്. എന്നിട്ട് അത് ആ നിലക്ക് നമ്മൾ പിന്നീട് ഉളുവെടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിൽ തടവാം. വിരൽ മുതൽ കണങ്കാല് വരെ പോകുന്ന രീതിയിൽ ആണ് തടവേണ്ടത്. 1 തവണയാണ് തടവേണ്ടത്. പൂർണ്ണമായും കാല് മറയുന്ന തരത്തിലുള്ള ഹുഫയും അതേപോലെ ജൗറബ് പോലെയുള്ള സോക്സ് പോലെയുള്ളതുമാണ് തടവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഉളുവെടുക്കുമ്പോൾ ഈ ഇളവിനെ നമുക്ക് സ്വീകരിക്കാം. എല്ലാ നന്മക്കും അള്ളാഹു നമ്മെ ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അതിൻ്റെ പൂർണ്ണമായും പെർഫെക്ഷൻ ലെവലിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.